അമ്മ ബന്ധുവാണ്. എൻ്റെ മകൻ്റെ മകളുടെ കൊച്ച. ആണോ? സന്തോഷമായി? സന്തോഷമായി, വളരെ സന്തോഷം. വളരെ വിഷമമായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല സന്തോഷമായി. ഞാൻ അന്ന് ഒളിമ്പിക്സ് കളിച്ച് തോറ്റുപോയല്ലോ, അപ്പൊ ഭയങ്കര വിഷമമായിരുന്നു. ഇന്ന് സന്തോഷമായി. സന്തോഷമായി ഇന്ന് അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പെട്ടെന്നൊരു വിഷമമായിരുന്നു, തോറ്റു പോകുമെന്ന് ഓർത്ത് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ സന്തോഷമായി. എന്തായാലും എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ്. ശ്രീജേഷിൻ്റെ അമ്മയും ഇപ്പോൾ ചേരുന്നു. അമ്മയും ഈ മത്സരം തുടങ്ങിയത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ശ്രീജേഷിൻ്റെ അമ്മയും ഉണ്ടായിരുന്നത്. മത്സരം തുടങ്ങുന്ന സമയത്തൊക്കെ തന്നെ അമ്മ രാവിലെ മുതൽ തന്നെ ഈ മത്സരം തുടങ്ങിയ സമയത്ത് മുതൽ തന്നെ അമ്മ പ്രാർത്ഥനയായിരുന്നു. അമ്മ വലിയൊരു ഒരു വെങ്കല മെഡലോട് കൂടി മത്സരം അവസാനിപ്പിക്കുകയാണ്, കരിയർ അവസാനിപ്പിക്കുകയാണ്. അതെ, വലിയ വെങ്കലം എന്ന് പറയണ്ട, നമ്മുടെ സ്വർണ്ണമാണത്. നമ്മുടെ സ്വർണ്ണമാണത്. അവർ ഭയങ്കര സന്തോഷമായി, എനിക്ക് ഭയങ്കര സന്തോഷമായി, അവനും സന്തോഷമായിട്ടുണ്ടാവും. ഇത് ഒന്നും കിട്ടാതെ നമ്മൾ മുടങ്ങുന്നതിലും ഭേദമല്ലേ. അപ്പൊ ഭയങ്കര സന്തോഷത്തോടു തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, അമ്മ പറഞ്ഞ മോൻ കേൾക്കുമല്ലോ, ഈ വിരമിക്കൽ തീരുമാനം മാറ്റാൻ പറയോ? അത് ഞാൻ പറയില്ല, കാരണം അവർ രണ്ടടുത്തായിട്ടാണ് ഇത്രയും 11 വർഷമായിട്ട് ജീവിക്കുന്നത്. അവർക്കൊരു ജീവിതം വേണ്ടേ, അവർ ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അവൻ്റെ ഇഷ്ടം പോലെ നടത്തണം, അതാണ് എനിക്കിഷ്ടം. എന്തായാലും അവസാന മത്സരത്തിൽ ശ്രീജേഷ് ഒരു വലിയ നേട്ടത്തോടു കൂടി വിട പറയുന്നു. എന്തായാലും വിളിച്ച സമയത്തൊക്കെ എന്താ പറയുക അവസാനം? ഇപ്പോൾ എന്നായാലും കളിക്കാൻ പോണതിന് മുമ്പ് ഞങ്ങളെ വിളിക്കും. അച്ഛനോടും എന്നോടും കളിക്കാൻ പോകാന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് വിടും. അപ്പോൾ അങ്ങനെയാണ് ഇതുവരെ ഒരു കളിയല്ലേ നമ്മുടെ ആകെ തോറ്റുള്ളൂ, മറ്റേ സമനിലയല്ലായിരുന്നു. അപ്പോൾ ഈ സെമിയിൽ വന്നപ്പോഴാണ് ഭയങ്കര വിഷമമായി പോയത്. ആ കളി നമുക്ക് മിസ്സായിപ്പോയി, അത് ഭയങ്കര സങ്കടമാണ്. ചെറുപ്പത്തിൽ ഈ ഹോക്കി കളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു പ്രൊഫഷൻ ആക്കണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ എന്താ? അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ജീവിരാജ പഠിക്കാൻ പോണ സമയത്ത് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ കരയായിരുന്നിരുന്നു. ഇല്ല, ഇപ്പം എനിക്ക് സന്തോഷം, അതിൽ ഭയങ്കര സന്തോഷം. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിക്കാനും മെഡലുകൾ മേടിക്കാനും സാധിച്ചില്ലേ, അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് ശ്രീജേഷിൻ്റെ അമ്മ ഉള്ളത്. മത്സരം തുടങ്ങുന്നത് മുതൽ ഇതുവരെയും പ്രാർത്ഥന തന്നെയായിരുന്നു. അവസാനം എനിക്ക് തോന്നുന്നു വീണ്ടും ആ ഒരു സ്പെയിൻ്റെ ഗോളൊക്കെ വന്ന സമയത്ത് അകത്ത് കയറി പ്രാർത്ഥിക്കണം. ഇവിടെ ചാനലുകാരെ ക്യാമറ ഉള്ളതുകൊണ്ട് അകത്ത് കയറിയിരുന്ന പ്രാർത്ഥന. എന്തായാലും പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയിരിക്കുന്നു, നമ്മൾ മെഡലടിച്ചിരിക്കുന്നു. സന്തോഷം. വരുന്നവനെ പറഞ്ഞു പറഞ്ഞില്ല, 10-ാം തീയതി, ചിലപ്പോൾ 10-ാം തീയതി വരുമെന്നാണ് പറഞ്ഞത്, കൃത്യമായിട്ട് പറഞ്ഞത്. ഇത് ശ്രീജേഷിൻ്റെ മകനാണ്. എങ്ങനെയുണ്ട് അച്ഛൻ മെഡൽ? സന്തോഷായി? സന്തോഷായി. അച്ഛൻ മെഡല് കൊണ്ടുവന്ന് വിജയിച്ചു, കളിയില് വിജയിച്ചു. അവനോ പിന്നെ ആദ്യം അറിയാൻ പാടില്ലല്ലോ, പറയാൻ അറിയാൻ പാടില്ലല്ലോ. എന്തായാലും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് രതീഷെ കിഴക്കമ്പലത്തെ ഈ പറാട്ട കുടുംബം ഉള്ളത്. അവരൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതീക്ഷിക്കുന്ന അനുയോജ്യമായ തരത്തിലുള്ളൊരു മെഡൽ എങ്ങനെ തോന്നുന്നു? ഒരു വെങ്കല മെഡലോട് കൂടി കരിയർ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ മത്സരം കാണുന്നതിന് വേണ്ടി കണ്ടല്ലോ? അല്ല, ആക്ച്വലി അവൻ വിരമിക്കാമെന്ന് ഞങ്ങൾക്ക് അറിയാം, അവൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം അത് ഞങ്ങളുടെ ഫാമിലിയുടെ ഒപ്പം നിന്ന് സ്പെൻഡ് ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ് ഞങ്ങൾ. പക്ഷേ അതൊരു നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. വെങ്കലത്തോടുകൂടി കളി അവസാനിക്കാൻ പറ്റി. വളരെയധികം സന്തോഷം. ഈ അനിയൻ ഇത്തരത്തിലൊരു ഒരു ഹോക്കി താരമായി പോകുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് എന്നെങ്ങനെയാണ് തോന്നിയത്? ഹലോ, എങ്ങനെ ഹോക്കിയിലേക്ക് സ്പോർട്സ് ഒരു പ്രൊഫഷനാക്കി എടുക്കുന്നത്? ചെറുപ്പത്തില്ലേ തീർച്ചയായിട്ടും ഞങ്ങളും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഹോക്കിനെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. പക്ഷേ അതിനുശേഷം അവന് കേരള ടീമിൽ സെലക്ഷൻ കിട്ടി, ഇന്ത്യൻ ജൂനിയർ ടീമിലെ സെലക്ഷൻ കിട്ടി, സീനിയർ ടീമിൽ സെലക്ഷൻ കിട്ടി. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ ഓരോ നാഴികക്കല്ലുകൾ തന്നെയാണ്. അത് സന്തോഷത്തോടെ അഭിമാനത്തോടും കൂടി തന്നെയാണ് നമ്മൾ കൊണ്ടിരുന്നത്. ഇപ്പോഴും വളരെയധികം അഭിമാനം അവനെക്കുറിച്ച് ഇറങ്ങുമ്പോൾ. രതീഷ്, ഈ വിജയത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ശ്രീജേഷിനേക്കാളൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നത് അത് ശ്രീജേഷിന്റെ അച്ഛനായിരിക്കും, രവീന്ദ്രൻ മാഷ്. മാഷെ, ഇങ്ങനെ എന്താണ് പറയാൻ തോന്നുന്നത്? ഉറപ്പായിട്ടും അതില്ല, ഞാൻ ഇനി പറയാൻ വാക്കുകളില്ല. കാരണം അത്ര പ്രതീക്ഷിച്ച് ഞങ്ങളിരുന്നത് അവിടെ ഒരു റിട്ടയർമെൻ്റ് മാച്ചെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ അത് റിട്ടയർമെൻ്റ് മെഡലോട് കൂടി മീൻസ് അത് ഒളിമ്പിക്സ് മെഡലോട് റിട്ടയർ ചെയ്യാൻ സാധിക്കുള്ള ഒരു അത്ലറ്റിന് എന്ത് ഭാഗ്യമുള്ളേ. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കണമെന്ന് വേണ്ടിയിട്ട്. ഓക്കെ, ശരി കേട്ടോ.